വന്നിട്ടുണ്ട് ഒരു മുസ്ലിയാരുടെ. ശബരിമലയിലെ അയ്യപ്പനെ പുലിയെ പിടിച്ചു കൊടുത്തത് പുള്ളിയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ കണ്ടു അത് പുലിപ്പാലിന് വേണ്ടി. നമുക്ക് വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരാം. എന്തിനേറെ ശബരിമലയിൽ നിന്ന് 18-ാം പടി കയറി പോകുന്ന ചരിത്രമില്ലേ? അവിടെ ബാബർ സ്വാമിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ എന്ന് പറയുന്നവർ ബാബർ സ്വാമിയുടെ അടുക്കലേക്ക് എന്തിനു വന്നതാണ്? കാട്ടിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ്. അപ്പോഴാണ് ബാബർ സ്വാമിയെ കാണുന്നത്. ബാബർ സ്വാമി കാര്യമന്വേഷിച്ചു, നരിപ്പാല് വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരീനെ വിളിച്ചു. അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അമ്മക്ക് വേണ്ടത് എന്താണ്? അനുജൻ അച്ഛന് ശേഷം അനുജൻ രാജാവാകലാണ്. അതിനെ അയ്യപ്പൻ അമ്മയോട് പറയുന്നു, അമ്മ ഇനി ഞാനിവിടെ രാജഭരണത്തിനില്ല, ഞാനിവിടെ ഒരു ഭരണത്തിനുമില്ല, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ബാബർ സ്വാമിയെ കാണണം, ബാബറിന്റെ കൂടെ കൂടണം. ആ ബാബർ അയ്യപ്പനൊരു ദിക്റ് കൊടുത്തു, ഐഫൺ മൈഫൺ അല്ലാഹു കാ, ഐഫൺ മൈഫൺ അല്ലാഹു കാ. ഇതൊരു ഫാരിസിയായ ഭാഷയാണ്. ഈ ഐഫൺ മൈഫൺ എന്ന ദിക്റാണ് അയ്യപ്പൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ബാബർ സ്വാമി ഈ അയ്യപ്പനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എങ്ങനെ വിളിക്കുമ്പോൾ നരി ഓടി വന്നു? എന്തുകൊണ്ട് നരി ആരെയും ആക്രമിച്ചില്ല? അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഒരു വലിയ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പിന്നെ അവരില്ലല്ലോ, പിന്നെ റബ്ബ് മാത്രമാണല്ലോ. അപ്പോൾ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ലല്ലോ, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഈ വീഡിയോ വളരെ വ്യക്തമാണ്. ഇവരുടെ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. മുസ്ലിങ്ങൾ ആരും കുഴപ്പക്കാരില്ല. വളരെ ചെറിയ ആൾക്കാർ അവരെ കുഴപ്പത്തിൽ ചാടിക്കുകയാണ്. അതെ, ഈ പോപ്പുലർ ഫ്രണ്ടും SDP അടക്കമുള്ള കുറച്ച് ആൾക്കാരാണ് ഇത്തരം കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരിൽ എത്രയോ ഒരു 90% ആൾക്കാർ നല്ലവരാണ്, നല്ല മനസ്സുള്ളവരാണ്. അവരുടെ ഉള്ളിൽ ഈ കുൽസിത പ്രവൃത്തി കൊണ്ടുവന്ന് അവരെ കൂടെ മോശക്കാരാക്കുകയാണ്. പക്ഷെ ഇവര് ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ഭീകരവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സമുദായം പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഭയമാണ്. കാരണം നമ്മളെപ്പോഴും ഒരു ഭയം കൊണ്ടാണ് അവർ പ്രതികരിക്കാതിരിക്കുന്നത്. ആ ഭയം മാറുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് കാരണമാണ്. കാര്യം ഇന്നിവരെ എല്ലാ സത്യങ്ങളും യൂട്യൂബിലൂടെ പുറത്തു വരുന്നു. അപ്പം അത് ഒരുപാട് പേര് ഇപ്പം എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പുറത്തേക്ക് വരുന്നു. അവർ ഇതിനകത്തുള്ള കള്ളത്തരങ്ങളും ഇതിനകത്തുള്ള ഒരു അടിസ്ഥാനമില്ലായ്മയും അവർ തുറന്നു പറയുന്നു, ഭീകരവാദവും തുറന്നു കാണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിയാർ ഇപ്പം നമ്മൾ കണ്ട വീഡിയോയിൽ ആലോചിച്ച് നോക്കിയേ, അയ്യപ്പസ്വാമി പുലിപ്പാലിന് വേണ്ടി എരുമേലിയിലെത്തിയപ്പോൾ അവിടെ വാവര് കണ്ടെന്ന്. പുലിപ്പാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിന് പുലിപ്പാൽ? ഞാൻ പുലിയെ തരാം. പുലികളെല്ലാം വിളിച്ച് അയ്യപ്പനെ ഒരു പുലിയുടെ പുറത്ത് കയറ്റി ഇരുത്തി വാവര് പന്തളത്തേക്ക് അയച്ചെന്ന്. അവിടെ ചെന്നിട്ട് അയ്യപ്പൻ പറഞ്ഞു പോലും രാജാവിനോട്, എനിക്ക് ഭരണം വേണ്ട, എനിക്കിവിടെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ വാവരെ കാണണം, എനിക്ക് എൻ്റെ വാവരെ കൂടെ ചേരണം എന്ന് പറഞ്ഞ് തിരിച്ച് എരുമേലിയിലെത്തിയെന്ന്. മാത്രമല്ല 2 അറബ് വാക്കുകളാണ് സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ളത്. അതിൽ നിന്നാണ് സ്വാമി ശരണം അയ്യപ്പ ശരണം ആയതെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഇവർ പറയുന്നത്. അല്ല, ഇത് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് ബോധപൂർവമാണ്. കാര്യം വാവർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അന്നുണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ സാന്നിധ്യവും അയ്യപ്പൻ്റെ സങ്കല്പവും വരുന്നത് 3000 വർഷം മുമ്പെങ്കിലും ഈ ഇത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭാരതത്തിലേക്ക് മുസ്ലിം, ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്കല്ല, ഭാരതത്തിലേക്ക് ഇസ്ലാം വരുന്നതിന് മുമ്പ് അയ്യപ്പ സങ്കല്പമുണ്ട്. അല്ല, ഇസ്ലാം മതം ഉണ്ടായിട്ട് 1500 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാം ഇല്ലാത്ത മതത്തിലെ ഒരാൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവും? മുസ്ലിം മതം ഉണ്ടായത് 1500 വർഷമേ ആയിട്ടുള്ളൂ, 2000 വർഷമേ ആയിട്ടുള്ളൂ ക്രിസ്തീയ മതം ഉണ്ടായിട്ട്. അതിന് മുമ്പുള്ളതല്ലേ ഭാരതീയ സംസ്കാരവും നമ്മുടെ ഹൈന്ദവ സങ്കല്പവും. അപ്പൊ ഈ വാവരും പിന്നെ ഇപ്പോൾ ഇവിടെ അയ്യപ്പസ്വാമിയുടെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ ഒരു വെളുത്തച്ഛൻ, അദ്ദേഹം വളരെ രണ്ടും ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ധർമ്മശാസ്താവിൻ്റെ മനുഷ്യാവതാരമാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ്റെ അവതാരത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് മഹിഷാസുരനും മഹിഷിയും 2 സഹോദരന്മാർ. മഹിഷാസുരനെ നിർഗ്രഹിച്ചൊക്കെ അറിയാമല്ലോ. മഹിഷി ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരമാണ് തനിക്ക് എന്താ പറയുക, തനിക്ക് മരണമില്ലായ്മ വേണമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞ് അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, ആ വരം ആർക്കും കൊടുക്കാൻ പറ്റില്ല, മറ്റതിനൊരു ആൾട്ടർനേറ്റീവ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ശരി, എന്നെ വധിക്കണമെങ്കിൽ വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ പിറന്ന ഒരു മനുഷ്യപുത്രനായിരിക്കണം. മനുഷ്യരുടെ ഭൂമിയിൽ 12 വർഷമെങ്കിലും ഒരു വാഴവട്ടക്കാലമെങ്കിലും ജീവിച്ചതിന് ശേഷം മാത്രമേ വധിക്കാൻ കഴിയൂ.
എന്നൊരു വരം കൊടുത്തു. അപ്പോൾ ആ വരം ബ്രഹ്മാവ് നൽകിയതാണ്. അപ്പോൾ മഹിഷി വിചാരിച്ചത് അതൊരിക്കലും സംഭവിക്കാത്തൊരു വരമാണ്. കാരണം വിഷ്ണുവും പുരുഷനാണ്, ശിവനും പുരുഷനാണ്. ഒരു രണ്ട് പുരുഷന്മാരുടെ സംഗമത്തിൽ നിന്നൊരു ജന്മം ഉണ്ടാകില്ലല്ലോ. പക്ഷേ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു പല പല ജന്മങ്ങളെടുത്ത ആളാണ്. ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും പല പല ജന്മങ്ങൾ, പരശുരാമനായിട്ടും അവതാരങ്ങളെടുത്ത ആളാണ്. മോഹിനി അവതാരം കൈക്കൊണ്ട ആളാണ്. അന്ന് ഈ പറഞ്ഞ നമ്മുടെ പാലാഴി മഥനത്തിൽ മോഹിനി അവതാരം കൈക്കൊണ്ട് അസുരന്മാരിൽ നിന്നും അമൃതനെ രക്ഷിച്ച ആളാണ്. ആ മോഹിനി അവതാരം, ആ അവതാരം വീണ്ടും അദ്ദേഹം ആ അവതാരം എടുത്ത് ശൈവ ചൈതന്യത്തിൽ ചേർന്ന് അതിൽ നിന്നുണ്ടായ പുത്രനാണ് ഈ പറഞ്ഞ അയ്യപ്പൻ എന്ന് പറയുന്നത്. ആ അയ്യപ്പൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് മഹിഷി മർദ്ദനമാണ്. ആ മഹിഷിയെ നിഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹം അന്ന് എരുമേലി എത്തിയപ്പോൾ, എരുമേലി എന്ന് പറയുന്ന സ്ഥലം, അന്ന് എരുമേലി എന്നുള്ള പേര് പോലും ഒന്നില്ല, ഒരു വനപ്രദേശത്തിൻ്റെ ഒരു കടന്നു വരുന്നൊരു വഴിയായിരുന്നു. അവിടെ അന്ന് അയ്യപ്പൻ വന്നപ്പോൾ, അന്ന് അയ്യപ്പന് മുമ്പ് പല ആൾക്കാരും, നേരത്തെ പറഞ്ഞില്ലേ വെളുത്തച്ഛൻ്റെ, അതിലേക്ക് വരാൻ ഞാൻ. വെളുത്തച്ഛൻ എന്ന് പറയുന്നത് അയ്യപ്പൻ തികഞ്ഞ അഭ്യാസിയായിരുന്നു. എല്ലാ അഭ്യാസവും കലകളും ശാസ്ത്രവും എല്ലാം ധർമ്മവും എല്ലാം പഠിച്ച ആളാണ്. അദ്ദേഹം രണ്ട് രീതിയിലുള്ള കളരി പഠിച്ചിരുന്നു, തെക്കൻ കളരിയും വടക്കൻ കളരിയും. തെക്കൻ കളരി പഠിച്ചത് നാഗർകോവിലുള്ള സ്ഥലമാണ്, ഇപ്പോഴും അവിടെ പൂജയും കാര്യമുള്ള സ്ഥലത്ത് പേര് ഞാൻ വിട്ടുപോയി. വടക്കൻ കളരി അദ്ദേഹം പഠിച്ചതാണ് ചീരപ്പഞ്ചിറ, ചേർത്തലയിലുള്ള ചീരപ്പഞ്ചിറയിലാണ് അദ്ദേഹം വടക്കൻ കളരി പഠിക്കാൻ വന്നത്. ആ കളരി അഭ്യസിച്ച അദ്ദേഹത്തോടൊപ്പം സഹപാഠിയായിരുന്ന ഒരാളാണ് വെളുത്ത. ആ വെളുത്തയാണ് പിന്നെ വെളുത്തച്ഛനാക്കി അർത്തുങ്കലിലെ സെബാസ്റ്റ്യനോസ് ആക്കിയത്. അതൊരു വെറും കെട്ടുകഥയാണ്, വെറും കെട്ടുകഥയാണ്. ഇപ്പോൾ അവിടെ വന്ന് വേണം മാല ഊരാൻ പോലും. മാത്രമല്ല, ഇനി ബാബരിലേക്ക് വരാം. ഈ അയ്യപ്പൻ അന്ന് എരുമേലിയിലെത്തിയപ്പോൾ അന്ന് അവിടെ അയ്യപ്പന് താമസിക്കാൻ സൗകര്യം കൊടുത്ത സ്ഥലമാണ് പുത്തൻ വീട് എന്ന് പറയുന്നത്. തമിഴ് വംശജരുടെ ആയിരുന്നത്. ആ പുത്തൻ വീട് ഇന്നും എരുമേലിയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നാണ് അയ്യപ്പൻ എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മഹിഷി മർദ്ദനം നടത്തിയതും ഉദയനെ അമർച്ച ചെയ്തതും. അന്ന് 33 കോടി ദേവതമാരും ആ മഹിഷി മർദ്ദന സമയത്ത് അവിടെ ഹാജരായിരുന്നു. അന്ന് പരമശിവൻ അദ്ദേഹത്തിൻ്റെ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി എന്ന് പറയുന്നത്. അന്ന് പരമശിവനാണ് ഈ മഹിഷി മർദ്ദനത്തിന് വേണ്ടി മഹിഷിയെ നിഗ്രഹിക്കാനുള്ള ഉടവാൾ അയ്യപ്പസ്വാമിക്ക് നൽകിയത്. മാത്രമല്ല, അയ്യപ്പസ്വാമിക്ക് കൂടെ സുരക്ഷിതമായി അയ്യപ്പസ്വാമിയെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പരമശിവൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഭൂതഗണത്തെ വാപുരനെ അദ്ദേഹം നൽകി. ആ വാപുരൻ്റെ പ്രതിഷ്ഠ പല സ്ഥലങ്ങളിലുണ്ട്. പത്തനംതിട്ടയിലെ ശിവക്ഷേത്രങ്ങളിലുണ്ട്, വായ്പൂരിലുണ്ട്. വായ്പൂരിൽ 2000 വർഷം പഴക്കമുള്ളതാണ് വായ്പൂരിലെ ക്ഷേത്രം. ആ വാപുരൻ എന്ന് പറയുന്ന ആ ശിവഭൂതത്തെയാണ് അയ്യപ്പന് നൽകിയത്. ആ ശിവഭൂതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചത്. നിഗ്രഹിച്ചിട്ട് ആ വാള് തിരിച്ച് എരുമേലിയിൽ വന്ന് ആ വാള് കഴുകിയൊരു കുളമുണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ, രുധിരക്കുളം എന്നാണ് അതിന് പറയുന്നത്. ആ എരുമേലി സ്കൂളിനടുത്ത് ആ കുളത്തിൽ വാള് കഴുകി അദ്ദേഹം പുത്തൻ വീട്ടിലെത്തി തൻ്റെ ഓർമ്മയ്ക്കായി ആ ഉടവാൾ അവിടെ സമർപ്പിച്ചു. ഇന്നും ആ ഉടവാൾ അവിടെ വെച്ച് വിളക്ക് കത്തിച്ച് പൂജിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ കരസ്പർശമേറ്റ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഉടവാൾ മാത്രമാണ്. ശബരിമലയിലെ ഒരു കാര്യത്തിലും അയ്യപ്പൻ്റെ കരസ്പർശമേറ്റ ഇല്ല. അയ്യപ്പൻ പണിത വിഗ്രഹം നശിപ്പിച്ചു, അയ്യപ്പൻ പണിഞ്ഞ ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ചു. അപ്പോൾ ഒന്നും അയ്യപ്പൻ്റെ കരസ്പർശമേറ്റതില്ല. ഈ ഉടവാൾ മാത്രമേ ഉള്ളൂ. ആ വാപുരനെയാണ് അന്ന് അയ്യപ്പൻ എരുമേലിയിൽ ഒരു സ്ഥാനം നൽകി. അന്ന് എരുമേലി വഴി മാത്രമേ ശബരിമല പോകാൻ പറ്റൂ. അന്ന് അയ്യപ്പൻ അതിന് ശേഷം ഈ മഹിഷി നിഗ്രഹം കഴിഞ്ഞ് ഉദയനെ അമർച്ച ചെയ്ത് അദ്ദേഹം ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അദ്ദേഹം അവിടെ ജീവസമാധി കൊണ്ടു. അന്ന് തന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് സുരക്ഷിതമായി ഈ കൊടുങ്കാട്ടിലൂടെ സുരക്ഷിതമായി അവരെ എരുമേലിയിൽ നിന്ന് സന്നിധാനത്തെത്തിക്കാനും സന്നിധാനത്തും തിരിച്ച് എരുമേലി എത്തിക്കാനുള്ളൊരു ചുമതലയാണ് വാപുരന് നൽകിയത്. അങ്ങനെ വാപുരനൊരു സ്ഥാനം എരുമേലിയിൽ നൽകി. ഒരു വാപുര ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ അത് നശിപ്പിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ വാപുരന് ശബരിമലയിൽ സന്നിധാനത്ത് താൻ സമാധിസ്ഥനായ മണിമണ്ഡപത്തിനടുത്ത്, അതായത് മാളികപ്പുറത്ത് വാപുരനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നമ്മുടെ രേഖകളിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലുണ്ട്. വാപുര ക്ഷേത്രത്തിൽ പൂജ നടത്തിയതും വാപുര ക്ഷേത്രത്തിൽ മറ്റേ പരിഹാര ക്രിയകൾ ചെയ്തതിൻ്റെ ചെലവിൻ്റെ രേഖ വരെ ഉണ്ട്. പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ വാപുര ക്ഷേത്രം ഉണ്ടായിരുന്നു. 1950 തീപിടുത്തത്തിന് ശേഷമാണ് അത് നഷ്ടപ്പെട്ടത്. അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് ചോദിച്ചു, ശബരിമലയിലെ സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. പലരും ഒന്നും പോയില്ല. ചീരപ്പഞ്ചർക്കാർക്കായിരുന്നു അന്ന് വെടിവഴിപാടിൻ്റെ അവകാശം. അന്ന് ചീരപ്പഞ്ചർക്കാർ പോകാതിരിക്കുന്ന കാര്യം അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ബാധിച്ചിരിക്കുന്നു. നമ്മളെ ഈ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാധ അവർക്ക് വന്നിരുന്നു. ചീരപ്പഞ്ചിറയിലുള്ള ആണല്ലോ AKGയുടെ ഭാര്യ സുശീല ഗോപാലൻ. അങ്ങനെ അവർ മുന്നോട്ട് വന്നില്ല, പലരും മുന്നോട്ട് വന്നില്ല. ആ സമയത്താണ് വാവരെന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ കുൽസിതമായ രീതിയിൽ, ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നത്.
അതിന് അവർ ഹാജരാക്കിയ 2 പട്ടയങ്ങളുണ്ട്. നമ്മുടെ ഈ ജോൺസൺ മാവുങ്കലിൻ്റെ പട്ടയമുണ്ടല്ലോ, അതുപോലെ 2 കള്ള പട്ടയങ്ങളാണ്. അത് ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറഞ്ഞിട്ട്, ആ പട്ടയം എടുത്ത് നോക്കിയാൽ അറിയാം. ആ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന കൊല്ലവർഷം 358 കണ്ട് എഴുതിയ പട്ടയം എന്നാണ്. ആ കൊല്ലവർഷം 358 കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ താലൂക്ക് അടിസ്ഥാനം പോലും ആയിട്ടില്ല ഇവിടെ. എരുമേലി താലൂക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ഡേറ്റുകളും നാളുകളും എല്ലാം തെറ്റാണ്. അപ്പോൾ ഒരു അടിസ്ഥാനമില്ലാത്തൊരു പട്ടയം ഹാജരാക്കി ആ പട്ടയത്തിൻ്റെ പേരിലാണ് വാവരവിടെ സ്ഥാനം വാങ്ങിച്ചത്. അങ്ങനെയാണ് വാവർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വരുന്നത്. അതുപോലെ എരുമേലിയിലിരിക്കുന്ന പള്ളി എന്താണ്? നൈനാൻ മസ്ജിദാണത്. വാവരുമായിട്ടൊരു ബന്ധവുമില്ല. വാവർ പള്ളി എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈയിടയ്ക്ക് ഒരു ചാനൽ ചർച്ച ചെയ്ത്, നമ്മുടെ ചാനലിൽ തന്നെ ചർച്ചയിൽ ചങ്ങനാശ്ശേരിയിലെ മഹൽ കമ്മിറ്റിയിലെ ഒരു നൗഷാദ്, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു വാവരെ ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല. വാവർക്ക് കിട്ടുന്ന വരുമാനം അവിടുത്തെ 27 കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഇസ്ലാം മതവുമായിട്ട് വാവർക്കോ വാവർ കുടുംബത്തിനോ ബന്ധമില്ലാന്ന്. അപ്പോൾ ഈ കുടുംബക്കാർ ഇസ്ലാം അല്ലെന്ന് പറയല്ലേ അവർ. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടത്? അവർ ഈ വാവരുടെ കുടുംബക്കാർ ചെയ്യുന്നതെല്ലാം ഇസ്ലാമികമായ പ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന തീർത്തും നിഷിദ്ധമാണ്. അങ്ങനെ ശക്തമായ വിഗ്രഹാരാധന നടക്കുന്നൊരു സ്ഥലമാണ് ശബരിമല. അങ്ങനെ വിഗ്രഹാരാധന നടക്കുന്നൊരു സ്ഥലത്ത് ഇസ്ലാമികൻ ഒരാൾക്കോടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മാത്രമല്ല, അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പ വിശ്വാസികൾ മാത്രമാണ് സന്നിധാനത്ത് എത്തേണ്ടത്. ഈ നിമിഷം വരെ എൻ്റെ അറിവിൽ അവിടെ ഇരിക്കുന്ന വാവരുടെ തലമുറയെന്ന് അവകാശപ്പെടുന്ന ഒരാൾ പോലും, അവർ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അയ്യപ്പൻ്റെ സ്വന്തം സഹചാരിയായിരുന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാവരുടെ പിന്തുടർക്കാരിൽ ഒരാളെങ്കിലും ആ 18 പടി ചവിട്ടി മുകളിൽ വന്ന് ഭഗവാനെ ദർശനം നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ചരിത്രരേഖകൾ പരിശോധിക്കാനും ഇതിനകത്തൊരു കറക്ഷനും എന്തെങ്കിലും ദേവസ്വം ബോർഡ് തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, മാത്രമല്ല, ഒരു ദേവൻ്റെ ഹിതം നമ്മളെങ്ങനെയാണ് അറിയുന്നത്? ദേവം ഇറങ്ങിയെന്ന് പറയില്ലല്ലോ. ഇപ്പം തന്ത്രിയെടുത്തോ മേശാന്തി പറയും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് പരിഹരിച്ചിടണമെന്ന് പറയില്ല. അപ്പോൾ അവർക്ക് ചില സൂചനകൾ കിട്ടും. ക്ഷേത്രത്തിൽ ചില അശുഭ ലക്ഷണങ്ങൾ, ചിലപ്പോൾ തീപിടുത്തോ അല്ലെങ്കിൽ ചില നേദ്യം മോശമാവുന്നു, എന്തെങ്കിലും ഒരു സൂചന കിട്ടുമ്പോഴാണ് നമ്മൾ ദേവൻ എന്തോ അഹിതമുണ്ട്, ആ ദേവൻ്റെ ഹിതം അറിയാനാണ് ദേവപ്രശ്നം നടത്തുന്നത്. ദേവപ്രശ്നം നടത്തുമ്പോൾ അതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അതിൽ ആദ്യത്തെ സ്വർണ്ണ കോയിൻ വയ്ക്കുന്നത് മുതൽ അല്ലെങ്കിൽ താമ്പൂലം നോക്കുന്നത് മുതൽ ഓരോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെയാണ് ഭഗവാന്റെ ഹിതം അറിയുന്നത്. ആ ഹിതം അറിയാനാണ് ദേവപ്രശ്നം നടത്തുന്നത്. കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ ശബരിമലയിൽ വ്യക്തമായി തെളിഞ്ഞതാണ് വാവരും അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന്. വാവരെന്ന് പറയുന്ന സങ്കല്പത്തിനും അയ്യപ്പസ്വാമിയായിട്ട് ബന്ധമില്ലാന്ന് ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞതാണ്. ആ ദൈവജ്ഞന്മാരോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. അന്ന് അവർ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു മിണ്ടരുത്, അത് ചാർത്തിൽ എഴുതി തരരുത്, തന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അവരാരെ ഭയക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് കേരളത്തിലെ മതേതരത്വം എന്താണ്? മതേതരത്വമാണ് കേരളത്തിലുള്ളത്. അല്ല, ഈ മതേതരത്വം ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയാണ്. ആ ഹിന്ദുവിനെ മാത്രം തലയിൽ കെട്ടി വയ്ക്കുകയാണല്ലോ, മറ്റാർക്കും ഇല്ലല്ലോ മതേതരത്വം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വരുന്ന ഈ പറഞ്ഞ വാവരുടെ സ്ഥലത്തിരിക്കുന്ന ആൾ, അവിടെ അവർ കൊടുക്കുന്നത് എന്താ? ഭസ്മമാണ് കൊടുക്കുന്നത്. അവിടെ വരുന്ന അയ്യപ്പന്മാർ, ഇത്രയും ദൂരെ നിന്ന് വരുന്ന അയ്യപ്പന്മാരൊന്ന് ഭസ്മം വാങ്ങിക്കുന്നു. ആ ഭസ്മം കൊടുക്കുന്ന ആൾ ഭസ്മം അണിയുന്നുണ്ടോ? സ്വന്തം നെറ്റിയിൽ ഭസ്മം അണിയുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെങ്കിലും? അവിടെ വന്ന് ഈ അയ്യപ്പന്മാർ വില കൂടിയ കുരുമുളകാണ് കൊണ്ട് തള്ളുന്നത്. ഫലം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം. മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് ശബരിമലയിലെ സന്നിധാനത്തുൾപ്പെടെയുള്ള മറ്റെല്ലാ ഉപക്ഷേത്രങ്ങളിലും നടയിൽ കാണിക്ക വെഞ്ച് വെച്ചിട്ടുണ്ട്. പൈസ അതല്ലേ ഉള്ളൂ ചിന്ത. കാണിക്ക വെഞ്ച് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വാവര നടയിൽ കാണിക്ക വെഞ്ച് വയ്ക്കുന്നില്ല? അതുപോട്ടെ, ക്ഷേത്രങ്ങൾ നടയിൽ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന തന്ത്രിയുടെ മുറിയുടെ മുമ്പിലും മേൽശാന്തിയുടെ മുറിയുടെ മുമ്പിലും വരെ കാണിക്ക വെഞ്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പൈസ എന്നിവിടെ പിടിച്ചു പറിക്കാൻ വേണ്ടി. വാവര നടയിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് കാണിക്ക വെഞ്ച് വയ്ക്കുന്നില്ല? അല്ലെങ്കിൽ വാവർക്ക് കിട്ടുന്ന വരുമാനം, വാവര നടയിൽ കിട്ടുന്ന വരുമാനം അയ്യപ്പന്മാരുടെ വരുമാനമല്ലേ? ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരുടെ അല്ലേ വരുമാനം, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന വരുമാനമല്ലല്ലോ അവിടെ. അതെന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് അവകാശപ്പെടാൻ പറ്റുന്നില്ല? മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇസ്ലാമിക വിശ്വാസികളാണെങ്കിൽ അവർ ആ ഇസ്ലാമിക വിശ്വാസത്തിനെതിരല്ലേ അവിടെ പ്രവർത്തിക്കുന്നത്. ശക്തമായ വിഗ്രഹാരാധന നടക്കുന്നൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ഇസ്ലാമായ ഒരാൾ അവിടെ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇടയ്ക്ക് അവിടെ നിസ്കരിക്കാൻ ആരോ വന്നപ്പോൾ അത് അവർ സമ്മതിച്ചില്ല. ആ കുടുംബം പൂർണ്ണമായും അയ്യപ്പനോട് ബാധ്യതപ്പെട്ടതാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു എന്ന് ഇടയ്ക്ക് കേട്ടിരുന്നു. അപ്പോൾ പിന്നെ അവർ ഈശ്വര വിശ്വാസത്തിൽ കയറണ്ടേ, അയ്യപ്പ വിശ്വാസത്തിൽ കയറണ്ടേ? അവർ അയ്യപ്പനെ പോയി ദർശനം നടത്തണ്ടേ? അവർ കുറി അണിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് സാക്ഷാൽ യേശുദാസ്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ശബരിമല വന്നിട്ടുണ്ട്. അദ്ദേഹം സഹധർമ്മിണിയോടൊപ്പം ഇത്തവണ അദ്ദേഹം വന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, ഞാൻ അയ്യപ്പ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ ഇവർ പറയട്ടെ, ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, അയ്യപ്പ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്.
ഞാൻ വാവര കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും, പക്ഷേ ഞാൻ അയ്യപ്പനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഇസ്ലാം മതത്തിനെയല്ല, ഞാൻ അയ്യപ്പസ്വാമിയാണ് വിശ്വസിക്കുന്നത് പറയട്ടെ. ശബരിമലയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർ, ഊരാൺമ, ബാക്കിയുള്ള ഇതൊക്കെയുണ്ട്. അവരും മറ്റ് ഹിന്ദു സംഘടനകളുമായി ചേർന്നിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രരേഖ പഠിക്കാനുള്ള എന്തെങ്കിലും ശ്രമം? നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ പല കാര്യങ്ങളിലും ഐതിഹ്യങ്ങളിലും ചരിത്രത്തിൻ്റെ പിൻബലം പലപ്പോഴും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ചരിത്രം അന്വേഷിച്ച് പോയാൽ നമുക്ക് ഒന്നും വേണ്ട. നമ്മൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് എത്ര കാലം അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. അതെ, എത്രയോ കാലം അവിടെ ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ കോടതിയുടെ മുമ്പ് അതൊക്കെ തെളിയിക്കാൻ എത്രയോ ബുദ്ധിമുട്ടുണ്ടായി. രേഖകൾ അപ്പോൾ അതുപോലെയൊക്കെ രേഖകൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രേഖകളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള രേഖകളൊന്നുമില്ല. വായ്മൊഴികളിലൂടെയും പഴയ പുരാണങ്ങളിലൂടെയും. ഞാൻ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പൗരാണികമായൊരു ഗ്രന്ഥം കേരളത്തിൽ കിട്ടുന്നത് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനമാണ്. 1920 കാലഘട്ടത്തിൽ കല്ലറയ്ക്കൽ കൃഷ്ണകർത്ത എന്ന് പറഞ്ഞ ആൾ എഴുതിയ ആൾ. അദ്ദേഹം എഴുതിയെന്ന് പറയാൻ പറ്റില്ല. മാർക്കണ്ഡേയ പുരാണത്തിലെ കേരള അധ്യായത്തിൽ നിന്നെടുത്താണ് അദ്ദേഹം. അതിലാണ് അയ്യപ്പസ്വാമിയെക്കുറിച്ചും ധർമ്മശാസ്താവിനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ റെഫറൻസ് ഉണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് എടുത്തതാണ്. അതായത് കേരള അധ്യായത്തിൽ നിന്ന് എടുത്തതാണ്. അതിനെടുത്ത് മലയാളി എരിച്ചതാണ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം. അതിൽ ശബരിമലയെക്കുറിച്ചും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവിടുത്തെ മണ്ഡല പൂജയെക്കുറിച്ചും വ്രതത്തെക്കുറിച്ചും അവിടുത്തെ മറ്റ് പ്രതിഷ്ഠകളെക്കുറിച്ചും ആ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാവുരനാണെന്നുള്ള കാര്യം, വാവുരസ്വാമി ആണെന്നുള്ള കാര്യം. വാവുരന് എരുമേലിയിൽ മഹിഷി മാരകം എന്ന് പറയുന്ന സ്ഥലത്തിന്, ആ സ്ഥലത്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കോടതി പറഞ്ഞാൽ അതാരെങ്കിലും എഴുതിയ പുസ്തകമല്ലേ, ഇതിനെങ്ങനെ നമുക്ക് ആധികാരികമാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പം നിയമപരമായിട്ട് ഇതിന് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷേ അയ്യപ്പന്മാർ ഭക്തരാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കുള്ള ഉള്ളിലാണ് അവർക്ക് ആ മാറ്റം വരേണ്ടത്. കാര്യം ഞാൻ ചോദിക്കട്ടെ, അതുപോലെ എരുമേലിയിലെ പള്ളിയിലേക്ക് പോകാം. അവിടെ വാവൂര് പള്ളി എന്ന് പറയുന്നു, നൈനാൻ മസ്ജിദാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മഹൽ കമ്മിറ്റിയിലെ ശ്രീ നൗഷാദ് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമികമല്ല, അവരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ വാവൂര് പള്ളിക്കുള്ളിൽ ഇപ്പോഴും വാങ്കുവിളി നടക്കുന്നില്ല. വാവൂര് പള്ളിയാണെങ്കിൽ അതിനകത്ത് വാങ്കുവിളി നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് അയ്യപ്പന്മാർ കയറിയിട്ട് അയ്യപ്പന്മാരെന്താ വിളിക്കുന്നത്, സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പള്ളിക്ക് ഉള്ളിലേക്ക് അവരെ കയറ്റുന്നില്ല. പുറത്തൊരു സ്ഥലമുണ്ട് പ്രദർശനം വയ്ക്കാൻ. ആ പ്രദർശനം വെച്ച് വരുന്ന വഴിയിൽ നാളികേരം ഉടയ്ക്കാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. നാളികേരം ഉടയ്ക്കുന്നത് ഇസ്ലാമിക രീതിയാണോ? അല്ലല്ലോ, ഹിന്ദുവിൽ മാത്രമേ ഉള്ളൂ. അവിടെ നാളികേരം ഉടയ്ക്കാൻ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ചെറിയ കല്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഗംഭീരമായി ബൗൾ ചെയ്യുന്ന ക്രിക്കറ്റ് ബൗളർക്ക് പോലും ആ കല്ലിൽ കൃത്യമായി തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കാൻ പറ്റില്ല. ചുറ്റും പലക അടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് നാളികേരം എങ്ങനെ എറിഞ്ഞാലും പലകയെ തട്ടി നേരെ താഴേക്ക് പോകും. വീണ്ടും ആ നാളികേരം തിരിച്ച് വിൽക്കാൻ വേണ്ടി വരികയാണ്. ഇതൊരു കച്ചവട സ്ഥാപനമാണ്. ഇതൊരു തക്കിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മുസ്ലിങ്ങളുടെ. തട്ടിപ്പ് പ്രസ്ഥാനമാണ്. തക്കിയ എന്ന് പറഞ്ഞാൽ സ്വന്തം മതവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നതിനെയാണ് തക്കിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു തക്കിയ ഇടപാടാണ്. മാത്രമല്ല അവിടെയും കൊടുക്കുന്നുണ്ട് ഭസ്മം. അവിടെ കൊടുക്കുന്ന ആൾ ഭസ്മം അണിയുന്നുണ്ടോ? മാത്രമല്ല ഈ പ്രദർശനം വെച്ച് അയ്യപ്പന്മാർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ കാണണം ബോർഡിൻ്റെ. അതിനകത്ത് എഴുതിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം, അവരുടെ വിശ്വാസമാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളിനെ പൂജിക്കാൻ പാടില്ല, പൂജിക്കുന്നവർ ഹറാമാണ് ചെയ്യുന്നത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരകത്താണ് ആൾക്ക് പോയി അയ്യപ്പ ശരണം വിളിക്കുന്നത്. അപ്പോൾ അയ്യപ്പനെ വിശ്വസിക്കാൻ പാടുണ്ടോ ഇസ്ലാമിൽ? ഇതിനകത്തൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. അത് ആൾക്കാരുടെ മനസ്സിലാണ് വരേണ്ടത്. അയ്യപ്പന്മാരാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേരെ പള്ളിക്കകത്ത് കയറുന്നുള്ളൂ. കൂടുതലും വരുന്നത് ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ അയ്യപ്പന്മാർ യഥാർത്ഥ വ്രതമനുഷ്ഠിച്ച് വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ശബരിമല സീസണിൽ ആന്ധ്രയിൽ ഒരു അയ്യപ്പ സംഗമത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വലിയ വീട് വാടകയ്ക്ക് എടുത്തൊരു 10, 60, 70 പേര് അവിടെ താമസിക്കുകയാണ്. അവർ ഈ മണ്ഡലകാലം മുഴുവൻ ആ വീട്ടിൽ വാടകയ്ക്കെടുത്ത് തറയിൽ വിരിച്ച് അവിടെ കിടന്ന് അവർ തന്നെ ഭക്ഷണം, അപ്പോൾ എനിക്ക് തന്നതിൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്കൊക്കെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അവർ വീട്ടിൽ പോലും പോകാതെ. എന്നിട്ട് രാവിലെ അവർ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് രാവിലെ ശരണം വിളിച്ച് എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഓഫീസിൽ പോകുന്നു. അവർ ചെരുപ്പിടില്ല, കറുപ്പ് മുണ്ടും കറുപ്പ് ഷർട്ട് ഉടുപ്പും കറുത്ത തോർത്തും തോളിലിട്ടാണ്. അതിന് വലിയ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതിന് കൂട്ടത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലം. അവരത്രത്തോളം വ്രതമനുഷ്ഠിച്ച് അവരെപ്പോഴും വരുമ്പോൾ ഗുരുസ്വാമിയുടെ കൂടെ വരുന്നത്. ഒരു ഗുരുസ്വാമിയാണ് അവർക്ക് കെട്ട് നിറച്ച് കൊടുക്കുന്നത്. ഗുരുസ്വാമി കൂടെ വരും. കെട്ട് താഴെ എടുത്ത് വെച്ചാൽ വീണ്ടും പൂജിച്ച് കർപ്പൂരാരതി ഒഴിഞ്ഞിട്ട് കെട്ട് വീണ്ടും ഗുരുസ്വാമി പിടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് അവർ വരുന്നത്. അത്രത്തോളം വ്രതനിഷ്ഠയോടുകൂടി വരുന്ന അവർ ഈ എരുമേലി വന്നിട്ട് പേട്ട തുള്ളി
വാവര് പള്ളിക്കകത്ത് കയറുന്നതോടുകൂടി അവർക്ക് വ്രതഭംഗമാണ് സംഭവിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആൾ ഈ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന ആളാണോ? അവരീ പറഞ്ഞ എല്ലാ മത്സ്യമാംസാദികൾ കഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ അശുദ്ധിയും വരുത്തിയിട്ട് വന്ന് അവിടെ ഇരിക്കുന്നവരാണ്. ഇവരാണ് ഇവർക്ക് ഭസ്മം എടുത്ത് കൊടുത്ത് അതോടുകൂടി അവർക്ക് വ്രതഭംഗമാണ് സംഭവിക്കുന്നത്. അത് പാവങ്ങൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വാവരും അയ്യപ്പന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ല. പേട്ട തുള്ളുക, നിങ്ങൾ ചെറിയ അമ്പലത്തിൽ പോയി അവിടുന്ന് പേട്ട കെട്ടി വലിയ അമ്പലത്തിൽ പോവുക, അവിടെ വാവൂരിൻ്റെ ഒരു സ്ഥാനമുണ്ട്. വിശ്വന്ത പരിഷത്ത് നിന്ന് ആഗ്രഹിക്കുന്നതും അവിടെ തിരിച്ചൊരു വാവൂര ക്ഷേത്രം എരുമേലി കൊണ്ടുവരണമെന്നുള്ളതാണ്. എല്ലാ ഹിന്ദു സമാജങ്ങളും ഒന്നിച്ചു നിന്നാൽ അടുത്ത മണ്ഡലകാലത്ത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊരു പുനരന്വേഷണവും ഒരു പുനർവിചിന്തനവും ഹിന്ദു സമൂഹത്തിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.